ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് ഫസ്റ്റ് പറയാം. ദ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ആസ് എ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്, വിച്ച് പ്രൊവൈഡ് ഫോർ എ ഫോർമൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ് അക്രോസ് ദി എൻ്റർപ്രൈസസ്. ഒരു എൻ്റർപ്രൈസസിലെ എല്ലാ ഫോർമൽ റിസോഴ്സുകളെയും അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷൻ റിസോഴ്സുകളെയും ഒരു ഫോർമലായിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്യലാണ് ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഈസ് ദി കീ സക്സസ് ടു മെനി ഓർഗനൈസേഷൻസ്. ഒരുപാട് ഓർഗനൈസേഷൻ്റെ ഒരു കീ സക്സസ് ആണ് ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ ചെയ്യുന്നത്? ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എല്ലാ ഓർഗനൈസേഷൻ റിസോഴ്സുകളെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതോട് കൂടിയിട്ട് ആ ഓർഗനൈസേഷൻ എന്തുണ്ടായിരിക്കും? സക്സസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് ഓർഗനൈസേഷൻസിൻ്റെ കീ സക്സസ് ആണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ഇനി ഒബ്ജക്റ്റീവ്സിലേക്ക് കടക്കാം. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു ബ്രോഡ് ടൈപ്പ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പ്രധാനമായിട്ടും രണ്ട് വലിയ ഹെഡിങ്ങുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റാണ് കസ്റ്റമർ സർവീസ്, സെക്കൻഡാണ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റിസോഴ്സ് യൂട്ടിലൈസേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന ബ്രോഡ് ഒബ്ജക്റ്റ്? The first objectives of operation system is to utilize resources for the satisfaction of customer wants. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളനുസരിച്ചിട്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം റിസോഴ്സസിന് എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. കാരണം കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഒരു ഓർഗനൈസേഷന് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. ദ ഓപ്പറേഷൻ സിസ്റ്റം മസ്റ്റ് പ്രൊവൈഡ് സംതിങ് ടു എ സ്പെസിഫിക്കേഷൻ. ഓപ്പറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനെങ്കിലും കുറിച്ചിട്ട് എന്തായിരിക്കണം? ഒരു സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. വിച്ച് ക്യാൻ സാറ്റിസ്ഫൈ ദി കസ്റ്റമർ ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ആൻഡ് ടൈം. ആ സ്പെസിഫിക്കേഷൻ എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിനെ കോസ്റ്റിൻ്റെ കാര്യത്തിലും ടൈമിൻ്റെ കാര്യത്തിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. അതാണ്, ഒന്നുമില്ല, കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കണം? സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഡിസിഷൻസ് മാത്രമേ ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എടുക്കാൻ പാടുള്ളൂ. കോസ്റ്റും ടൈമും ഒക്കെ അവർക്ക് എന്ത് വേണം? സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. Thus, the providing the right thing at a right place at a right time can satisfy primary objective. അപ്പോൾ ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കസ്റ്റമറിൻ്റെ സർവീസാണ്. കസ്റ്റമറിൻ്റെ സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? റൈറ്റ് തിങ് അറ്റ് എ റൈറ്റ് പ്രൈസ് അറ്റ് എ റൈറ്റ് ടൈം. ശരിയായ സാധനം ശരിയായ വിലയിൽ ശരിയായ സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കണം. അതാണ് ഒരു എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ പ്രൈമറി ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അത്രയാണ് കസ്റ്റമർ സർവീസിൽ പറയുന്നത്. ഇനി ഈ കസ്റ്റമർ സർവീസിൻ്റെ തന്നെ അണ്ടറിൽ കുറച്ച് മറ്റ് ഒബ്ജക്റ്റീവ്സും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒബ്ജക്റ്റീവ്സിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് കാറ്റഗറൈസേഷൻ ആണ് ഒബ്ജക്റ്റീവ്സിൻ്റെ. ഈ കാറ്റഗറൈസേഷൻ്റെ അണ്ടറിൽ ഒരു 3 ഒബ്ജക്റ്റീവ് വരുന്നുണ്ട്. ആ 3 ഒബ്ജക്റ്റീവാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ് കസ്റ്റമർ സർവീസിൽ വരുന്ന ആദ്യത്തെ ഒബ്ജക്റ്റീവാണ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ എന്താ പറയുന്നത്? ദ കസ്റ്റമർ ഈസ് ഓൾവേസ് പ്രിഫർ ടു ഗെറ്റ് ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഫോർ എ റീസണബിൾ പ്രൈസ്. കസ്റ്റമേഴ്സ് എപ്പോഴും എന്താ പ്രിഫർ ചെയ്യുന്നത്? ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റും സർവീസസും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടണമെന്നാണ് കസ്റ്റമേഴ്സ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഈസ് ടു റെഡ്യൂസ് മാനുഫാക്ചറിങ് കോസ്റ്റ്. അപ്പോൾ ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് തന്നെ പറയുന്നത് എന്താണ്? മാനുഫാക്ചറിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യലാണ്. എന്താ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത്, മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കോസ്റ്റ്, അതിൻ്റെ റോ മെറ്റീരിയൽസ്, മെഷീനറി കോസ്റ്റ്, ലേബർ ചാർജ്, ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത്? മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. എന്നുവെച്ചാൽ ഉൽപ്പാദനത്തിൻ്റെ സമയത്ത് തന്നെ കോസ്റ്റ് കുറച്ചാലാണ് അത് വിൽപ്പനക്കാരൻ്റെ കയ്യിൽ എത്തിയിട്ട് വിൽപ്പനക്കാരൻ്റെ കയ്യിൽ നിന്നും കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് പോകുമ്പോൾ എന്ത് കുറയുള്ളൂ? അതിൻ്റെ കോസ്റ്റ് കുറയുള്ളൂ. അപ്പോൾ ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് തന്നെ പറയുന്നത് എന്താണ്? മാനുഫാക്ചറിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യലാണ്. The cost per unit of the product should be determined carefully. ഓരോ കോസ്റ്റും, ഓരോ
ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് വളരെ കെയർഫുള്ളായിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡിറ്റർമൈൻ ചെയ്യാൻ. ആൻഡ് വെരി എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു കൺഫേം ഇറ്റ്സ് സ്റ്റാൻഡേർഡ്സ്. അതിൻ്റെ സ്റ്റാൻഡേർഡുകളൊക്കെ ഫിക്സ് ചെയ്യുന്നതിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കണം, ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് വേണം ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ. അത്രയാണ് കോസ്റ്റ് പ്രൊഡക്ഷനിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളിപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ ചെയ്തു, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൊക്കെ വളരെ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മാനുഫാക്ചറിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സിന് നമ്മൾ എത്തിക്കുന്ന കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, റീസണബിൾ പ്രൈസിൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് എത്തിക്കാൻ പറ്റും. ഇനി കോസ്റ്റ് രണ്ട് രീതിയിലാണുള്ളത്. ഒരു ഓർഗനൈസേഷനിലെ മാനുഫാക്ചറിങ് കോസ്റ്റ് രണ്ട് രീതിയിലാണുള്ളത്. വാരിയബിൾ കോസ്റ്റ് കൊണ്ടായിരിക്കും, ഫിക്സഡ് കോസ്റ്റ് കൊണ്ടായിരിക്കും. വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസിനനുസരിച്ച്, എന്തെങ്കിലും എക്കണോമിക് ചേഞ്ചസിനോ അല്ലെങ്കിൽ വല്ല സപ്ലൈക്കോ ഡിമാൻഡിനൊക്കെ അനുസരിച്ചിട്ട് വാരി ചെയ്യുന്ന കോസ്റ്റുകൾ തന്നെയാണ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് ആക്കി നിൽക്കുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ എടുത്തിട്ട് ഈ വാരിയബിൾ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. എങ്കിലാണ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നതാണ്. ഇതാണ് കസ്റ്റമർ സർവീസിൽ വരുന്ന ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി കസ്റ്റമർ സർവീസിൽ വരുന്ന രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. ദ കസ്റ്റമർ സർവീസസ് ഓൾസോ ഇൻക്ലൂഡ് പ്രൊവൈഡിങ് ക്വാളിറ്റി പ്രൊഡക്ട്സ്. കസ്റ്റമർ സർവീസിൽ എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യലും കൂടെ ഉൾപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കോസ്റ്റ് കുറച്ച് കൊടുത്തത് കൊണ്ട് എന്ത് കാര്യമില്ല, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവും ഇല്ല. കോസ്റ്റ് ഒരുപാട് കുറഞ്ഞു വെച്ചിട്ട് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സാണ് കിട്ടുന്നതെങ്കിൽ കസ്റ്റമർ ഒരിക്കലും എന്ത് ചെയ്യില്ല, സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ എന്തും കൂടെ ഇമ്പ്രൂവ് ചെയ്യിക്കണം, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂടെ ഇമ്പ്രൂവ് ചെയ്യിക്കണം. The modern approach of operation management is to eliminate defects and wastage as far as possible so that the quality of products and services improved along with the increase in productivity. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, മോഡേൺ അപ്രോച്ച് പ്രകാരം ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് എന്താണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ ഡിഫക്ട്സും വേസ്റ്റേജും അതിൻ്റെ ഡിഫക്ട്സ്, അതിൻ്റെ പോരായ്മകളും അതിൽ വേസ്റ്റേജ് വരുന്നതൊക്കെ കുറയ്ക്കുക. ഇങ്ങനെ കുറച്ചാൽ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റിയൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെയായിട്ട് ഇമ്പ്രൂവ് ചെയ്തോളും. കോൺസിക്വൻ്റ്ലി ദ മാനുഫാക്ചറിങ് കോസ്റ്റ് വിൽ ഓൾസോ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ മാനുഫാക്ചറിങ് സമയത്ത് വരുന്ന വേസ്റ്റുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കൂടുക മാത്രമല്ല മാനുഫാക്ചറിങ് കോസ്റ്റും എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതും ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ കസ്റ്റമർ സർവീസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവാണ്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാംസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസുമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവാണ് ഫിക്സ് ടൈം ഷെഡ്യൂള്. Another important objectives of operation management is to set up time schedule for various production activities. അപ്പോൾ ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ കസ്റ്റമർ സർവീസിൽ വരുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്യുക. വേരിയസ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ ഇപ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരിക്കും. ആ ഒരുപാട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ ഒരു ടൈം ഷെഡ്യൂൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ് പറയുന്നത്. ദ ടൈം ഷെഡ്യൂൾ ഷുഡ് നോട്ട് സെറ്റപ്പ് ഫോർ ദി ഷിപ്മെൻറ്റ് അലോൺ. ഷിപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രം സെറ്റ് ചെയ്താൽ എന്താവില്ല, ടൈം ഷെഡ്യൂൾ ആവില്ല. ഇത് എവിടെ തൊട്ട് സെറ്റ് ചെയ്ത് വരണം, ഇറ്റ് ഷുഡ് ബി ബ്രോക്കൺ അപ് ടു ആൾ സബ് സിസ്റ്റംസ്. എല്ലാ സബ് സിസ്റ്റംസിലും എന്ത് സെറ്റ് ചെയ്യണം, ഓരോ ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ഓപ്പറേഷൻ സൈക്കിൾ ടൈം, എന്നുവെച്ചാൽ ഓപ്പറേഷൻ സൈക്കിളിൻ്റെ ടൈം സെറ്റ് ചെയ്യണം. അതുപോലെ ഇൻവെൻറ്ററി ടേൺ ഓവർ റേറ്റ്, മെഷീൻ യൂട്ടിലൈസേഷൻ റേറ്റ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മാൻ ഹവേഴ്സ് പെർ യൂണിറ്റ്, പിന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, മെഷീൻ ആൻഡ് ലേബർ ഐഡിയൽ ടൈം, സെറ്റപ്പ് ടൈം, പിന്നെ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ടൈം. ഇത്തരത്തിലുള്ള എല്ലാ ടൈമും എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം, ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. ദ ടൈം ഷെഡ്യൂൾ ഒബ്ജക്റ്റീവ്സ് ഡയറക്ട്ലി അഫക്റ്റ് ദി കോസ്റ്റ്. ടൈം ഷെഡ്യൂൾ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം വ്യത്യാസമല്ലേ. ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിന് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യാണ്, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണ്. അയാൾ 10 മണിക്കൂർ കൊണ്ടാണ് 10 സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഒരാൾ 1 മണിക്കൂർ കൊണ്ട് 10 സോപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതാണ് നല്ലത്, ആ 1 മണിക്കൂറിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നല്ലത്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ടൈം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്,
കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റിയും ഗുഡ് ഒരു ബിസിനസ്സിൻ്റെ ക്വാളിറ്റിയും ഗുഡ് ഒക്കെ എന്ത് ചെയ്യും, കൂടും. ദ ടേംസ് ഓഫ് റെഗുലാരിറ്റി ഓഫ് ഷിപ്മെൻറ്റ്സ്, അപ്പോൾ അവിടെ എന്തുണ്ടാവും, റെഗുലാരിറ്റി ഓഫ് ഷിപ്മെൻറ്റ്സ് നമ്മൾ എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ്, നമ്മുടെ പ്രൊഡക്റ്റിന് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഫിക്സ്ഡ് ടൈം ഷെഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കസ്റ്റമർ സർവീസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്.